ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ ഈ പ്രോഗ്രാം കാണുക, അനുഗ്രഹിക്കപ്പെടുക. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹത്തിന്റെ ആശംസകൾ. ഓരോ യുഗത്തിലും ദൈവം നമ്മെ കണ്ടുമുട്ടുന്നു. അവൻ നമ്മെ സന്ദർശിക്കുന്ന സമയം നാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്. ലൂക്കോസിന്റെ പുസ്തകം അദ്ധ്യായം 19, വാക്യം 42-43 ആണ്. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളതു നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അതു നിന്റെ കണ്ണിനു മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ടു നിന്റെ ശത്രുക്കൾ നിനക്കു ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞു നാലുപുറത്തും ഞെരുക്കി. ദൈവം നമ്മെ കണ്ടുമുട്ടുന്ന സമയം അറിയാത്തപ്പോൾ മാത്രമാണ് ശത്രുക്കളെ നമുക്കെതിരെ എഴുന്നേൽക്കാൻ ദൈവം അനുവദിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. എഫെസ്യർ പുസ്തകം 5-ാം അധ്യായം, വാക്യം 16 ആണ്. ഇതു ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ദൈവം നമുക്ക് തന്ന ദിവസങ്ങൾ നാം പ്രയോജനപ്പെടുത്തണം. അവൻ നമ്മെ കണ്ടുമുട്ടുന്ന സമയം നാം അറിഞ്ഞിരിക്കണം. ഈ നാളുകളിൽ നമ്മുടെ സമാധാനത്തിന് എന്താണ് ശരിയെന്ന് നാം അറിയണം. എന്ത് സമാധാനം? ദൈവവുമായി സമാധാനത്തിലായിരിക്കുക. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. റോമർ പുസ്തകം 5-ാം അധ്യായം, വാക്യം 1 ആണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ടു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്കു ദൈവത്തോടു സമാധാനം ഉണ്ടു. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നാം ദൈവത്തിൽ സമാധാനം കണ്ടെത്തണം, അവനോടൊപ്പം ഒന്നാകാൻ. യേശു പറഞ്ഞു. യോഹന്നാൻ പുസ്തകം 10-ാം അധ്യായം, വാക്യം 30 ആണ്. ഞാനും പിതാവും ഒന്നാകുന്നു, അതുപോലെ നാം ദൈവവുമായി ഒന്നാക്കണം. അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞു. 1 യോഹന്നാൻ പുസ്തകം 1-ാം അധ്യായം, വാക്യം 3 ആണ്. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളതു നിങ്ങൾക്കു ഞങ്ങളോടു കൂട്ടായ്മ ഉണ്ടാക്കേണ്ടതിനു നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആക്കുന്നു. നാമും ദൈവത്തോട് ഐക്യപ്പെട്ട് സമാധാനത്തോടെ കഴിയണം. എപ്പോഴാണ് നമുക്ക് സമാധാനം ലഭിക്കുക? റോമർ പുസ്തകം 5-ാം അധ്യായം, വാക്യം 1 ആണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ടു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്കു ദൈവത്തോടു സമാധാനം ഉണ്ടു. അതിനാൽ ഈ മാസം നാം എങ്ങനെ നീതിമാനാക്കാം എന്നതിനെക്കുറിച്ച് ധ്യാനിക്കാൻ പോകുന്നു. ആദ്യത്തേത് നോക്കാം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. റോമർ പുസ്തകം 5-ാം അധ്യായം, വാക്യം 9 ആണ്. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്നു രക്ഷിക്കപ്പെടും. നമ്മുടെ പാപങ്ങൾ കർത്താവിനോട് ഏറ്റുപറയുകയും യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുകയും ആ പാപങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് നാം നീതിമാന്മാരാകുന്നത്. നാം നീതിമാന്മാരാകുമ്പോൾ നാം ദൈവത്തിൽ സമാധാനം കണ്ടെത്തുന്നു. നാം അവനുമായി ഐക്യപ്പെട്ടിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു. സങ്കീർത്തനങ്ങൾ പുസ്തകം 32-ാം അധ്യായം, വാക്യം 5 ആണ്. ഞാൻ എന്റെ പാപം നിന്നോടറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോടു ഏറ്റുപറയും എന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. നമ്മുടെ പാപം മറച്ചുവെക്കാതെ അവനോട് ഏറ്റുപറയണം. നമ്മുടെ അതിക്രമങ്ങൾ കർത്താവിനെ അറിയിക്കണം. തിരുവെഴുത്തു പറയുന്നു. യോഹന്നാൻ പുസ്തകം 1-ാം അധ്യായം, വാക്യം 7-9 ആണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്കു പാപം ഇല്ല എന്നു നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോടു പാപങ്ങളെ ക്ഷമിച്ചു സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആക്കുന്നു. നാം യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുകയും നീതിമാന്മാരാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് സമാധാനം ലഭിക്കുന്നു. ആപത്തുകൾക്കോ ശത്രുക്കൾക്കോ നമ്മുടെ അടുത്ത് വരാൻ കഴിയില്ല. രണ്ടാമത്തേത് നോക്കാം. യേശുക്രിസ്തു പറഞ്ഞു. മത്തായി പുസ്തകം 12-ാം അധ്യായം, വാക്യം 37 ആണ്. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ വാക്കുകളാൽ നാം നീതിമാന്മാരോ കുറ്റക്കാരോ ആയി വിലയിരുത്തപ്പെടും. തിരുവചനം പറയുന്നു. സഭാപ്രസംഗി പുസ്തകം 5-ാം അധ്യായം, വാക്യം 2 ആണ്.
അതിവേഗത്തിൽ ഒന്നും പറയരുതു, ദൈവസന്നിധിയിൽ ഒരു വാക്കു ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബദ്ധപ്പെടരുതു. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലും അല്ലോ, ആകയാൽ നിന്റെ വാക്കു ചുരുക്കുമായിരിക്കട്ടെ. അതുകൊണ്ട് വെറുതെ സംസാരിക്കരുത്. സഭാപ്രസംഗി ഇത് ആവർത്തിക്കുന്നു. സഭാപ്രസംഗി പുസ്തകം 5-ാം അധ്യായം, വാക്യം 6 ആണ്. നിന്റെ വായ് നിന്റെ ദേഹത്തിനു പാപകാരണമാകരുതു, അബദ്ധവശാൽ വന്നുപോയി എന്നു നീ ദൂതന്റെ സന്നിധിയിൽ പറകയും അരുതു. ദൈവം നിന്റെ വാക്കുനിമിത്തം കോപിച്ചു നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നതു എന്തിനു? അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിൽ ശ്രദ്ധിക്കണം. ബൈബിൾ പറയുന്നു. സദൃശ്യവാക്യങ്ങൾ പുസ്തകം 21-ാം അധ്യായം, വാക്യം 23 ആണ്. വായും നാവും സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്നു സൂക്ഷിക്കുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മുടെ നാവും വായും കർത്താവിന് സമർപ്പിക്കണം. അലസമായ സംസാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങൾ പുസ്തകം 141-ാം അധ്യായം, വാക്യം 3 ആണ്. യഹോവേ, എന്റെ വായക്കു ഒരു കാവൽ നിർത്തി, എന്റെ അധരദ്വാരം കാക്കേണമേ. അപ്പോൾ നാം നീതിമാന്മാരായിത്തീരും. യെശയ്യാ പറയുന്നു. യെശയ്യാ പുസ്തകം 50-ാം അധ്യായം, വാക്യം 8 ആണ്. എന്നെ നീതീകരിക്കുന്നവൻ സമീപത്തുണ്ടു, അതിനാൽ വായ് കൊണ്ട് പാപം ചെയ്യരുത്. സങ്കീർത്തനക്കാരൻ പറയുന്നു. സങ്കീർത്തനങ്ങൾ പുസ്തകം 39-ാം അധ്യായം, വാക്യം 1 ആണ്. നാവുകൊണ്ടു പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായ് കടിഞ്ഞാണിട്ടു കാക്കുമെന്നും ഞാൻ പറഞ്ഞു. പാപം ചെയ്യാതെ വായ അടക്കിയാൽ നാം നീതിമാന്മാരാകും. നാം ദൈവവുമായി സമാധാനം കണ്ടെത്തും. ശത്രുവിന്റെ കൈകളിൽ നാം അകപ്പെട്ടില്ല. മൂന്നാമത്തേത് നോക്കാം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. 1 കൊരിന്ത്യർ പുസ്തകം 6-ാം അധ്യായം, വാക്യം 11 ആണ്. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നമ്മെ ശുദ്ധീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും നീതിമാന്മാരാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്. യോഹന്നാൻ പുസ്തകം 16-ാം അധ്യായം, വാക്യം 8 ആണ്. അവൻ വന്നു പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിനു ബോധം വരുത്തും. അവൻ നീതിയുടെ വഴിയിൽ നയിക്കുകയും നീതിമാന്മാരാക്കുകയും ചെയ്യും. അതിനാൽ ആത്മാവിനാൽ നിറയുക. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു നമ്മെ നീതിമാന്മാരാക്കുന്നു. അങ്ങനെ തിരുവെഴുത്തു പറയുന്നു. യെശയ്യാ പുസ്തകം 32-ാം അധ്യായം, വാക്യം 15-16 ആണ്. ഉയരത്തിൽ നിന്നു ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ, അപ്പോൾ മരുഭൂമി ഉദ്യാനമായിത്തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. അന്നു മരുഭൂമിയിൽ ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും. വയൽ. പരിശുദ്ധാത്മാവ് നമ്മെ കഴുകി വൃത്തിയാക്കുമ്പോൾ നീതി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അതിനാൽ ആത്മാവിനെ സ്വീകരിക്കുക. യേശു പറഞ്ഞു. ലൂക്കോസ് പുസ്തകം 11-ാം അധ്യായം, വാക്യം 13 ആണ്. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കു നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവു തന്നോടു യാചിക്കുന്നവർക്കു പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക. അവൻ നിങ്ങളെ നീതിമാന്മാരാക്കും. നീതിമാന്മാർക്ക് ദൈവവുമായി സമാധാനം കണ്ടെത്താനാകും. നമുക്ക് ഐക്യപ്പെടാനും ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് മുക്തി നേടാനും കഴിയും. നാലാമത്തേത് നോക്കാം. തിരുവെഴുത്തു പറയുന്നു. എബ്രായർ പുസ്തകം 11-ാം അധ്യായം, വാക്യം 4 ആണ്. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിനു കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവനു നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാട്ടിനു സാക്ഷ്യം കൽപ്പിച്ചു. വഴിപാട്ട് എന്ന് പറയുമ്പോൾ എല്ലാം ഞങ്ങൾക്ക് അയച്ചു തരിക എന്നല്ല അർത്ഥമാക്കുന്നത്. വഴിപാട്ട് എന്ന് പറഞ്ഞാലുടൻ എല്ലാം ഞങ്ങൾക്ക് അയച്ചു തരണം എന്നില്ല. കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി നിങ്ങളുടെ സഭയ്ക്കും നിങ്ങൾ ഉൾപ്പെടുന്ന മിഷനറിമാർക്കും നൽകുക. നിങ്ങളെ കർത്താവിലേക്ക് നയിക്കുന്ന നിങ്ങളുടെ ഇടയന്മാരെ മറക്കരുത്. ഹാബേൽ ദൈവത്തിന് ഒരു വലിയ യാഗം അർപ്പിച്ചു. നാം ദൈവത്തിനും അവന്റെ ശുശ്രൂഷയ്ക്കും വഴിപാടുകൾ നൽകണം. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. എബ്രായ പുസ്തകം 11-ാം അധ്യായം, വാക്യം 4 ആണ്. ദൈവം അവന്റെ വഴിപാട്ടിനു സാക്ഷ്യം കൽപ്പിച്ചു.
നമ്മുടെ വഴിപാടുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ കർത്താവിന് കഴിയുമോ? കർത്താവ് മോശയോട്ട് അരുളിച്ചെയ്തു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം, വാക്യം 2 ആണ്. എനിക്കു വഴിപാടു കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട്ടു പറക, നല്ല മനസ്സോടെ തരുന്ന ഏവനോട്ടും നിങ്ങൾ എനിക്കുവേണ്ടി വഴിപാടു വാങ്ങേണം. കർത്താവായ ദൈവത്തിന് വഴിപാടുകൾ പൂർണ്ണഹൃദയത്തോടെ അതേസമയം സന്തോഷത്തോടെ അർപ്പിക്കണം. നിങ്ങളുടെ സഭയെ സ്നേഹിക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ സഭയ്ക്ക് നൽകുന്നില്ലെങ്കിൽ നിങ്ങളുടെ സഭയ്ക്ക് അതിലൂടെ സുവിശേഷം നൽകാൻ ആരാണ് നൽകുന്നത്? വിശ്വസ്തമായി സേവിക്കുന്ന അനേകം ദൈവദാസന്മാരുണ്ട്. സേവിക്കാൻ സാമ്പത്തികമില്ലാതെ കഷ്ടപ്പെടുന്ന അനേകരുണ്ട്. അവരെ സാമ്പത്തികമായി സഹായിക്കുക. സുവിശേഷവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക. അവരെ ശക്തിപ്പെടുത്തുക. ആളുകൾ കർത്താവിങ്കലേക്കു തിരിയും. നാട്യങ്ങളില്ലാതെ കർത്താവിനു വേണ്ടി പ്രവർത്തിക്കുന്ന നിരവധി കർത്താവിന്റെ ദാസന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അത് അവർക്ക് കൊടുക്കുക. സുവിശേഷവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക. കൈകൾ ബലപ്പെടുത്തുക. ബൈബിൾ പറയുന്നു. 2 കൊരിന്ത്യർ പുസ്തകം 9-ാം അധ്യായം, വാക്യം 7 ആണ്. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുതു, നിർബന്ധത്താലുമരുതു, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഹാബേലിന്റെ വഴിപാടുകളെക്കുറിച്ച് ദൈവം സാക്ഷ്യപ്പെടുത്തി. എബ്രായ പുസ്തകം 11-ാം അധ്യായം, വാക്യം 4 ആണ്. അതിനാൽ അവനു നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാട്ടിനു സാക്ഷ്യം കൽപ്പിച്ചു. അത്തരം നീതിമാന്മാർ ദൈവവുമായി സമാധാനം കണ്ടെത്തട്ടെ. എല്ലാ ആപത്തുകളിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കട്ടെ. കർത്താവ് തന്റെ ബൈബിളിൽ നീതിമാന്മാരാക്കാനുള്ള പല വഴികളും എഴുതിയിട്ടുണ്ട്. ഈ മാസത്തെ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചത് നമ്മളുടെ പ്രയോജനത്തിനായി മാത്രമാണ്. ഇനിയുമേറെയുണ്ട്. നീതിപൂർവം ജീവിക്കാൻ നിങ്ങൾ സ്വയം സമർപ്പിക്കുമോ? ദൈവം തന്നെ നിങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ വിലാസം: യേശുവിൻ കരം, 12 ഹരിക്കുക 80 അംബേദ്കർ നഗർ, ഡാർലിംഗ്ടൺ ബ്രിഡ്ജ്, കൂനൂർ, നെഗറ്റീവ് 1, നീലഗിരി ജില്ല, ദക്ഷിണേന്ത്യ. മൊബൈൽ നമ്പർ 9443078019 7598112435. ജിപേ നമ്പർ 9655818019.